വലിയ ബഹളമുണ്ടാകുന്ന ഒരുപാട് വിവാദങ്ങളിലേക്ക് പോയിട്ടുള്ള പൊളിറ്റിക്കൽ ബോംബുകളിലേക്ക് രാഷ്ട്രീയ ബോംബുകളിലേക്ക് പോയിട്ടുള്ള ഒരു പദ്ധതിയാണ് PM ശ്രീ പദ്ധതി. എന്താണ് ഈ PM ശ്രീ? എന്തുകൊണ്ടത് കേരളത്തിൽ വിവാദമായി? എന്തുകൊണ്ട് മറ്റ് സ്റ്റേറ്റുകളിൽ വിവാദമായില്ല? മറ്റ് സ്റ്റേറ്റുകളെ സംബന്ധിച്ചിടത്തോളം കർണാടകത്തിൽ BJPയുടെ കാലത്തും കോൺഗ്രസിൻ്റെ കാലത്തും NEPയിൽ ഒപ്പുവച്ചു. NEP മുന്നോട്ട് പോകുന്നു. ഹിമാചൽ പ്രദേശിൽ മുന്നോട്ട് പോകുന്നു. രാജസ്ഥാനിൽ മുന്നോട്ട് പോകുന്നു. മറ്റ് BJP സംസ്ഥാനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നു. 3 സംസ്ഥാനങ്ങൾ മാത്രമാണ് PM ശ്രീയിൽ ബഹളമുണ്ടാക്കുന്നത്. ഒന്ന്, പശ്ചിമ ബംഗാൾ ഗവൺമെൻറ് മമതാ ബാനർജി, അവർ ഒരു കാരണവശാലും പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ തമിഴ്നാട് ഗവൺമെൻറ് സുപ്രീം കോടതി പോയിട്ടുണ്ട്. പിന്നെ കേരള ഗവൺമെൻറ് ഈ വിവാദങ്ങൾ. PM ശ്രീ പദ്ധതി എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രീസ് സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ, ഉയർന്നു വരുന്ന പുതിയ ഭാരതത്തിന് വേണ്ടി പ്രധാനമന്ത്രിയുടെ സ്കൂളുകൾ എന്നുള്ളതാണ് ഇതിൻ്റെ സങ്കല്പം. ഈ സങ്കല്പത്തിൽ വന്നുകൊണ്ട് രാജ്യത്ത് 10-14,000 സ്കൂളുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ 200-300 സ്കൂളുകൾ വീതം സെലക്ട് ചെയ്ത് അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് കാര്യം. അത് ഡിമാൻഡ് ബേസ്ഡാണ് ഈ പദ്ധതി. ഓരോ സ്കൂളിനും തുല്യമായ തുകയല്ല. ആ സ്കൂളിന് പ്രത്യേക ലൈബ്രറി, പ്രത്യേക ക്യാൻറ്റീൻ, മ്യൂസിയം, പിന്നെ ലാബുകൾ, പിന്നെ കെട്ടിടങ്ങൾ, ശുചിത്വ സൗകര്യങ്ങൾ, അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലം, പിന്നെ സ്പോർട്സ് ഗ്രൗണ്ട്, ആർട്സിൻ്റെ പരിപാടി, പിന്നെ സാഹിത്യം, കല എല്ലാം പഠിപ്പിക്കാനുള്ള വളരെ ബൃഹത്തായ ക്യാമ്പസ് ഉണ്ടാക്കാനുള്ള പണം, അത് 45 ലക്ഷം രൂപ മുതൽ 2 കോടി വരെ പ്രോജക്റ്റിൻ്റെ ബേസിൽ, ഓരോ സ്കൂൾ തയ്യാറാക്കുന്ന പ്രോജക്റ്റിൻ്റെ ബേസിൽ കൊടുക്കുക എന്നുള്ളതാണ് പദ്ധതിയുടെ സാമ്പത്തിക വശം. അങ്ങനെ കൊടുക്കുമ്പോൾ ഇതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. ആ സ്കൂളുകളെ 2022 ഈ പദ്ധതി വന്നത്. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും സ്കൂളുകൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. അതോടൊപ്പം നവോദയ സ്കൂളുകളും കേന്ദ്രീയ വിദ്യാലയങ്ങളും സൈനിക സ്കൂളുകളും ഇതേ പാറ്റേണിൽ മാറണം എന്നാണ്. ഇത് മാറുമ്പോൾ ഈ 2022 വന്നു, 27 തീരണം. പക്ഷേ നമ്മളിപ്പോൾ 25 തുടങ്ങിയിട്ടില്ല. ചിലപ്പോൾ നമുക്ക് സമയം കിട്ടുമായിരിക്കും. തുടങ്ങിയാൽ 5 വർഷം കൊണ്ട് 5 വർഷം ഇത് കേന്ദ്ര ഗവൺമെൻറ് ഈ സ്കൂളുകൾ നോക്കും. 5 വർഷം കഴിയുമ്പോൾ ഇത് സംസ്ഥാന ഗവൺമെൻറ്റിന് നോക്കാൻ കൊടുക്കും. പക്ഷേ നോക്കാൻ കൊടുക്കുമ്പോഴും എങ്ങനെയാണോ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാക്കി കൊടുക്കുന്നത്, പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്, അതേ അനുസരിച്ച് തന്നെ പാറ്റേണിൽ പോകണം. ഇത് വിവാദത്തിനിടയില്ല, ഒരു വിവാദവും തർക്കവുമില്ല. പക്ഷേ ഈ PM ശ്രീ പദ്ധതിയിൽ ഒരു ക്ലോസ് ഉണ്ട്. അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കണം എന്നൊരു ക്ലോസ് ഉണ്ട് ആ സ്കൂളുകളിൽ. അപ്പോൾ 256 സ്കൂളുകളാണ് കേരളത്തിൽ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ കേരളത്തിൽ 256 സ്കൂളുകൾ എടുത്ത് അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് സ്കൂളുകൾ പ്രോജക്റ്റ് എഞ്ചിനീയർമാരുടെയും PTയുടെയും സ്കൂളിൻ്റെയും സഹായത്താൽ പ്രോജക്റ്റുകൾ തയ്യാറാക്കി കൊടുത്താൽ അവർക്ക് പൈസ കിട്ടും കേന്ദ്രത്തിൽ നിന്ന്. പക്ഷേ NEP നടപ്പിലാക്കണം ആ സ്കൂളുകളിൽ. NEP എന്ന് പറഞ്ഞാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ദേശീയ വിദ്യാഭ്യാസ നയം. അത് 2020 കസ്തൂരിരംഗൻ, ഡോക്ടർ കസ്തൂരിരംഗൻ ISROയിലെ സയൻറ്റിസ്റ്റ് ആയിരുന്ന ഡോക്ടർ കസ്തൂരിരംഗൻ്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്നൊരു കമ്മിറ്റിയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. അതിനൊരു ചെറിയ പ്രശ്നമുണ്ട്. അങ്കണവാടി ഉൾപ്പെടെയുള്ള ക്ലാസ് 5, 3, 3, 4 എന്നൊക്കെ പറയുന്നൊരു പാറ്റേണിലാണ് ഇത് പോകുന്നത്. 6 വയസ്സിലാണ് 6 വയസ്സിലേ എവിടെ കയറാൻ പറ്റത്തുള്ളൂ, സ്കൂളിൽ കയറാൻ പറ്റത്തുള്ളൂ, പ്രൈമറി സ്കൂളിൽ. അതുവരെ അങ്കണവാടിയും പ്രൈമറി സ്കൂളൊക്കെ ഒറ്റ പാറ്റേണാണ്. അപ്പോൾ 3 വയസ്സ് മുതൽ അങ്കണവാടി കഴിഞ്ഞ പ്രൈമറി സ്കൂളിലാണ് ഒരു പാറ്റേൺ. അത് കഴിഞ്ഞാൽ അടുത്ത പാറ്റേൺ എന്ന് പറയുന്നത് പ്രീ സ്കൂൾ എല്ലാം കൂടെ ഒരു പാറ്റേൺ. അടുത്ത പിന്നെ അങ്ങനെ പല പാറ്റേൺ, അതായത് 5, 3, 3, 4 ഈ പാറ്റേണിൽ വന്നിട്ട് +2 വരെ എത്തുന്നതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. ഇതിനകത്ത് പല സ്റ്റേറ്റുകളിലും 5 വയസ്സിലാണ് കുട്ടികളുടെ എൻട്രി പ്രൈമറി സ്കൂളിൽ. ഇവർ പറയുന്നത് 6 വയസ്സാണ്. അതൊരു വിഷയം. പിന്നെ അതുപോലെ തന്നെ ഇതിന് 2 ഭാഗമുണ്ട്. ഒന്ന് കോളേജിൻ്റെ ഭാഗമുണ്ട്, സ്കൂളിൻ്റെ ഭാഗമുണ്ട്. കോളേജിൻ്റെ ഭാഗം വരുമ്പോൾ FYUGP, അതായത് 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം. FYUGP എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. 4 വർഷമാണ് ഗ്രാജുവേഷൻ, ഇനി ഡിഗ്രി പ്രോഗ്രാം. 1-ാം വർഷം പാസ്സായി ഒരു വർഷം കഴിയുമ്പോൾ കുട്ടി ആ 1 വർഷത്തെ സെമസ്റ്ററുകൾ 2 സെമസ്റ്റർ പാസ്സായാൽ കുട്ടിക്ക് ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടും. പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത സർട്ടിഫിക്കറ്റ് കിട്ടും 2 വർഷം കഴിയുമ്പോൾ. 3-ാമത്തെ വർഷം കഴിയുമ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും. 4-ാമത്തെ വർഷം കഴിയുമ്പോൾ ആ കുട്ടിക്ക് എന്ത് കിട്ടും, പിന്നെ PhD ചെയ്യാനുള്ള ഒരു സർട്ടിഫിക്കറ്റുകളൊക്കെ കിട്ടും. പിന്നെ ഇടയ്ക്ക് വെച്ച് ഏത് സബ്ജക്റ്റ് വരെ ചേരാം. ആർട്സ് സബ്ജക്റ്റുകാരന് ഒരു സെമസ്റ്ററിൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ആർട്സ് സബ്ജക്റ്റിന് കൂടെ ഫിലോസഫിയുടെ കൂടെ ഒരു സയൻസ് സബ്ജക്റ്റ് എടുക്കണം തോന്നിയാൽ എടുക്കാം. പക്ഷേ അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പറ്റത്തില്ല. യൂണിവേഴ്സിറ്റി രജിസ്റ്റർ ചെയ്യുന്നത് വരെ അവന് ഇഷ്ടമുള്ള സബ്ജക്റ്റുകളിലേക്ക് പോകാം. ഇടയ്ക്ക് വെച്ച് കോളേജിൽ നിന്ന് പോകാം. ഇഷ്ടമുള്ളപ്പോൾ കോളേജിൽ ഒന്ന് ചേരാം. 4 വർഷം എന്ന് പറഞ്ഞാൽ എത്രയെങ്കിലും വർഷം കൊണ്ട് ഈ 4 വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കിയാൽ മതി. ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് നൽകുന്നതാണ് കോളേജിലെ NEP, നാഷണൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. അത് കേരളത്തിൽ നടപ്പിലാക്കി. FYUGP എന്ന് പറയുന്ന 4 വർഷത്തേക്കുള്ള ബിരുദ കോഴ്സുകൾ ആരംഭിച്ച് കഴിഞ്ഞു. പിന്നെ MPhil ഇല്ല. അങ്ങനെ അത് പോട്ടെ, അത് കോളേജിൻ്റെ വിഷയം, PM ശ്രീയായിട്ട് ബന്ധപ്പെട്ടതല്ല.
അത് കോളേജിൽ നടപ്പിലാക്കി കഴിഞ്ഞു കേരളത്തിൽ. എന്നാൽ സ്കൂളിൽ ഈ പരിപാടി NEP നടക്കലുമായി ബന്ധപ്പെടുത്തി 2024 മാർച്ചിൽ കേന്ദ്രത്തിന് നമ്മൾ കത്തയച്ചു. കേരളം കത്തയച്ചതിന് ശേഷമാണ് PM ശ്രീയിൽ ഒപ്പിടാതെ വെച്ചുകൊണ്ടിരുന്നത്. ഇതിനിടയിൽ മറ്റൊരു കുഴപ്പം കൂടി കേരളത്തെ സംബന്ധിച്ച് ബാധിച്ചിട്ടുണ്ട്, ഒരു വഴിയാബാധ. അത് മറ്റൊന്നുമല്ല, SSA എന്ന് പറഞ്ഞ് സമഗ്ര ശിക്ഷാ അഭിയാൻ എന്ന് പറഞ്ഞൊരു പദ്ധതി കേരളത്തിലുണ്ട്. അത് വർഷങ്ങളായിട്ട് ഇവിടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. അതിന് വർഷത്തിൽ 4 പ്രാവശ്യം കേന്ദ്ര ഗവൺമെൻറ് പൈസ തരും, 4 ഗഡുക്കളായിട്ട്. അതിൽ കഴിഞ്ഞ 2 വർഷമായി 1148 രൂപ, 500 കോടി രൂപ, സിംഗിൾ പൈസ അല്ല, കോടി രൂപ, 1418 അല്ലെങ്കിൽ പിന്നെ 1148 അല്ലെങ്കിൽ 1150 കോടി രൂപ SSAയിൽ കിട്ടാനുണ്ട് നമുക്ക്. അപ്പോൾ SSA പൈസയ്ക്ക് വേണ്ടി കത്തെഴുതുമ്പോഴും അവർ പറയുന്നു നിങ്ങൾ PM ശ്രീയിൽ ഒപ്പുവയ്ക്കണം. PM ശ്രീയിൽ ഒപ്പുവയ്ക്കുമ്പോൾ പ്രശ്നം അത് NEPയിൽ ഒപ്പുവയ്ക്കുന്നതിന് തുല്യമാകും. NEPയിൽ ഇങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വിഷയമാണ് ഈ PM ശ്രീ. അതുകൊണ്ടാണ് ഇത് വിവാദമായതും. പിന്നെ ഇതിനകത്ത് കരിക്കുലം ഒരു കാര്യം പറയുന്നുണ്ട്, അത് ഒരു വലിയ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞ സ്കൂൾ പാറ്റേൺ പറഞ്ഞു, ടൈമിൻ്റെ പാറ്റേണിൽ മാറ്റം പറഞ്ഞു, പിന്നെ മറ്റൊരുപാട് പാറ്റേൺ മാറും പോലെ കരിക്കുലത്തിലും ചില നിർദ്ദേശങ്ങൾ വരുന്നു. ദേശീയതയിലൂന്നിയ കരിക്കുലമായിരിക്കണം. അതുപോലെ തന്നെ പിന്നെ ഇന്ത്യൻ സനാതന ധർമ്മങ്ങളും ഇന്ത്യൻ കൾച്ചറുമൊക്കെ ഇന്ത്യൻ സംസ്കാരമൊക്കെ കൂടുതൽ പഠിപ്പിക്കണം. ഗാന്ധിജിയുടെ മരണം, കൊലപാതകം പോലുള്ള ഗാന്ധിജിയെ വധിച്ചതുപോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നു. പിന്നെ അതേസമയം RSSനും സംഘപരിവാറിനും ഹിന്ദുത്വ അജണ്ടയ്ക്കുമുള്ള ഒരുപാട് താല്പര്യങ്ങൾ ഈ സിലബസിൽ കയറി വരുന്നു എന്നൊരു പരാതിയും ഇതിൻ്റെ വിമർശകർക്കുണ്ട്. കാരണം റൈറ്റ് സഹോദരന്മാരാണ് വിമാനം കണ്ടുപിടിച്ചു എന്ന് പറയുന്നില്ല, പകരം ഇന്ത്യയിൽ പണ്ട് വിമാനം കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ കുട്ടികളിൽ ഒരുപാട് ശാസ്ത്രത്തിന് പകരം മിത്തുമൊക്കെ കുത്തിവയ്ക്കുന്നു എന്നൊക്കെയുള്ള ഒരുപാട് ആക്ഷേപങ്ങൾ ആ സിലബസ് വന്നിട്ടില്ല, ഈ സിലബസിനെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇത് സംഘപരിവാർ ഹിന്ദുത്വ അജണ്ടയാണ്. നാഗ്പൂരിൽ നിന്ന് തയ്യാറാക്കി കസ്തൂരി രംഗന് കൊടുത്തതാണ്. കസ്തൂരി രംഗൻ ഇത് ഗവൺമെൻറ്റിന് സമർപ്പിച്ചത്. അതുകൊണ്ട് ഇത് നടപ്പിലാക്കാൻ പറ്റില്ല എന്നാണ് CPIയുടെയും ഇടതുപക്ഷ CPMൻ്റെ എല്ലാവരുടെയും ഒരു CPM CPI കോൺഗ്രസ്സിൽ. അപ്പോൾ കോൺഗ്രസ് ഇത് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ സംസ്ഥാനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്, അത് വേറെ വിഷയം. പക്ഷേ എങ്കിലും കേരളത്തിൽ ഇത് പറ്റില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്. RSS അജണ്ടയാണെന്ന് CPM CPIയും ശക്തമായി എതിർക്കുന്നു. SFI ISF DYFI IYFും മഹിളാ സംഘടനകളും എല്ലാം ശക്തമായി എതിർക്കുന്നതാണ് NEP എതിർക്കുന്നതുകൊണ്ട് തന്നെ PM ശ്രീയിൽ ഒപ്പുവെച്ചാൽ NEP നടപ്പിലാക്കേണ്ടി വരും. NEP നടപ്പിലാക്കാതെ PM ശ്രീയാണെങ്കിൽ അവർ സന്തോഷമാണ്. പക്ഷേ NEP ഉള്ളത് കൊണ്ട് PM ശ്രീ വരുന്നു. ഇങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ഈ PM ശ്രീ. PM ശ്രീ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ പ്രശ്നമില്ല. അതും SSAയുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ഫണ്ടിന് വേണ്ടി സമഗ്ര ശിക്ഷാ അഭിയാൻ്റെ ഫണ്ട് തരണമെങ്കിൽ PM ശ്രീയിൽ ഒപ്പിടണം. PM ശ്രീയിൽ ഒപ്പിട്ടാൽ NEP ബാധകമാകും. ഇതാണ് ഇതിൻ്റെ ഒരു കുരുക്ക്. അപ്പോൾ അതുകൊണ്ട് ഇത് പറ്റില്ല എന്നാണ് CPI പറയുന്നത്. ക്യാബിനറ്റിൽ 2 പ്രാവശ്യം ചർച്ച ചെയ്തു, 2 പ്രാവശ്യം അത് ഡെഫർ ചെയ്താൽ വീണ്ടും ക്യാബിനറ്റിൽ വന്ന് അത് റിസോഴ്സ് ചെയ്താൽ മാത്രമേ നിയമമാക്കാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ ഒപ്പിടാൻ കഴിയുകയുള്ളൂ. ഈ സാങ്കേതികത്വത്തിനിടയ്ക്കാണ് PMC പദ്ധതി ഇത്രയും വിവാദങ്ങളിലേക്ക് ചെന്ന് നിൽക്കുന്നത്. ഇത് ഞങ്ങൾ അറിയാതെയാണ് ഇത് ഒപ്പിട്ടതെന്നുള്ളതാണ് CPI ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത്.